ഓ താങ്ക് യു ഉപ്പുമുളകിൽ കൂടി ബോയ് നെക്സ്റ്റ് ഡോർ ആയിരുന്നു ഡാൻസ്. ഇപ്പോ ബിഗ് ബോസ് പറഞ്ഞ വലിയൊരു പ്ലാറ്റ്ഫോമിൽ കൂടി പാർട്ട് ഓഫ് ഇറ്റ്. ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവരുടെ പ്രേക്ഷകരോട് എല്ലാവരും വളരെയധികം 1000 നന്ദി. കാരണം എന്നെ സപ്പോർട്ട് ചെയ്ത് ഇവിടം വരെ എത്തിക്കുക കാരണം ചെറിയ കാര്യമൊന്നുമല്ല. നമുക്ക് കയറുമ്പോൾ നമുക്ക് ആഗ്രഹമുണ്ട് എല്ലാവർക്കും എന്താ ടോപ്പ് 5 അല്ലെങ്കിൽ അറ്റം വരെ എത്തണം, 100 ദിവസം നിൽക്കണം, അല്ലെങ്കിൽ കപ്പ് എടുക്കണം. പക്ഷെ അത് ഉറപ്പായിട്ടും അത് ജനങ്ങളാണ് തീരുമാനിക്കണം. ഒരാൾ ജനങ്ങൾ തീരുമാനിച്ചെടുത്തു ജിൻഡപ്പൻ. അതിൽ ജയിച്ചു, ജിൻഡപ്പൻ വിജയിച്ചതിൽ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. പിന്നെ അതുപോലെ തന്നെ ടോപ്പ് 5 എത്തിയതിലും എനിക്ക് ഭയങ്കര സന്തോഷം, ഭയങ്കര അഭിമാനമുണ്ട്. കാരണം ഞാൻ പറഞ്ഞില്ല ആഗ്രഹമാണ്, പക്ഷെ അവിടെ വരെ പ്രാക്ടിക്കലായിട്ട് എത്തിച്ചേരുക എന്ന് പറയുന്നത് വേറെ സംഭവമാണ്. അപ്പം അങ്ങനെ എത്തിയേർന്നപ്പോൾ എൻ്റെ കിളിയൊക്കെ പോയി. അതിന് പ്രേക്ഷകരോടാണ് 1000 നന്ദി. പിന്നെ റാങ്കിങ്ങിനെ എങ്ങനെ നോക്കി കാണുന്നു? ഒരു ഇപ്പം ഫസ്റ്റ് അങ്ങനെയുള്ള സംഗതി ഉണ്ടല്ലോ, അതിനെ എങ്ങനെ നോക്കി കാണുന്നു? ഇപ്പോൾ ഞാൻ പറയട്ടെ, ഇപ്പം റാങ്കിങ് എനിക്ക് അതിനെക്കുറിച്ച് എനിക്ക് പറയാം. ഇപ്പോൾ എന്താ റാങ്കിങ് നമ്മൾ ജിൻഡപ്പന് കിട്ടി, അത് ഉറപ്പായിട്ട് ജനങ്ങൾ വിധിച്ചുകൊണ്ടാണല്ലോ നമുക്ക് ആ ഒരു ഫസ്റ്റ് സെക്കൻഡ് തേർഡ് വന്നത്. അപ്പോൾ അത് ജനങ്ങളുടെ ഒരു തീരുമാനമാണ്. അപ്പോൾ ഉറപ്പായിട്ട് അതിൽ നമ്മളെല്ലാരും അത് അക്സെപ്റ്റ് ചെയ്ത്. ഇല്ല, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ അങ്ങനെ ആരെയും ജഡ്ജ് ചെയ്യാറില്ല. നമ്മള് ഡേ 1 to 100 വരും. എൻ്റെ ഒരു പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞാൽ പുറത്തെങ്ങനെയാണ് ഞാൻ അകത്ത്, അതുപോലെ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ട് അങ്ങ് പോവുക, ഗോ വിത്ത് ഫ്ലോ. ഞാൻ ആരും കയറി ജഡ്ജ് ചെയ്യാൻ ഒന്നും ഞാൻ നിൽക്കാറില്ല. നമുക്ക് ഞാൻ പറഞ്ഞില്ല, നമ്മൾ ഒരാളെ മനസ്സിലാക്കാൻ എന്നെ സംബന്ധിച്ചിടത്തോളം 3 മാസം 100 ദിവസം ഒന്നും പോരാ. ഒരു 2 വർഷം 3 വർഷം കഴിഞ്ഞാലും ചിലരൊന്നും മനസ്സിലാവത്തില്ല. പക്ഷെ നമ്മൾ ചുമ്മാ കയറി ജഡ്ജ് ചെയ്യാനുള്ള കാര്യമില്ലല്ലോ. നമുക്ക് നമ്മളെ തന്നെ ചില സമയത്ത് അറിയത്തില്ല ഫുള്ളായിട്ട്, പിന്നെ എങ്ങനെ മറ്റുള്ളവരെ കയറി ജഡ്ജ് ചെയ്യുന്നത്? ഇപ്പൊ ഈ അൻസിബ ഈ കോംബോ ഈ കോംബോ എന്ന് പറഞ്ഞ സാധനമൊക്കെ ഇതിനകത്ത് വന്നിട്ട് അവർ തമ്മിൽ അടി ഉണ്ടാക്കുമ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം അൻസിബ എന്ന് പറയുന്ന ഒരു ബോണ്ട് അവിടെ കയറിയപ്പോൾ ഇപ്പോൾ നിങ്ങൾ പറയും ഡിപ്പെൻഡ് ആണോ അല്ലെങ്കിൽ അതൊരു ഫ്രണ്ട്ഷിപ്പാണത്. അവിടെ കയറുമ്പോൾ നമുക്ക് നാച്ചുറലായിട്ട് കിട്ടുന്ന, അല്ലെങ്കിൽ നമുക്ക് അവിടെ 100 ദിവസം നമ്മൾ അകത്തുനിന്ന് പുറത്ത് പുറംലോകമായിട്ട് ഒരു ബന്ധുവില്ലാണ്ട് കിളി വരും. ഇപ്പോഴും കിളി വന്നിട്ടില്ല ഗൈസ്, കിളി ഇപ്പോഴും വന്നിട്ടില്ല. പക്ഷെ ആ സമയത്ത് എന്നെ സപ്പോർട്ട് ചെയ്ത് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കരമായിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്ത് മനസ്സിലാക്കിയ ഒരു വ്യക്തി കൂടുതലും അൻസിബ തന്നെയാണ്. അത് ഞാൻ എടുത്തെടുത്ത് പറയാറുണ്ട്. അപ്പോൾ ഈ പറയണ പോലെ അൻസിബ ആ ഒരു ബോണ്ട്. ഇപ്പം ഞാൻ അൻസിബ എന്ന് പറഞ്ഞാൽ രണ്ട് പേഴ്സണാലിറ്റിയാണ് ഉറപ്പായിട്ടും. അപ്പോൾ രണ്ടും ഡിഫറെൻറ്റ് പേജസ് ആണ്. പക്ഷെ അണ്ടർസ്റ്റാൻഡിങ്ങിലും ഇമോഷൻ്റെ കാര്യത്തിലൊക്കെ വരുമ്പോൾ അവൾക്ക് എനിക്കും ഒരേ പോയിന്റ് ഓഫ് വ്യൂ ആയിരുന്നു. അപ്പോൾ എനിക്കത് ഭയങ്കര ഒരു ബോണ്ടിങ് അവിടെ നിന്ന് വേറെ ആരുടെയും അങ്ങനെ കിട്ടിയിട്ടില്ല. പിന്നെ അൻസിബ, അതുപോലെ തന്നെ പിന്നെ അഭിഷേക് വന്നു, പിന്നെ ജിൻഡപ്പൻ എല്ലാവർക്കും കോമൺ ആണല്ലോ, എല്ലാവർക്കും അറിയാം. ജിൻഡപ്പൻ ഗെയിമിൻ്റെ ഭാഗമായിട്ട് പുള്ളിക്കാരൻ പലതും കളിക്കും. അത് ജിൻഡപ്പൻ തന്നെ വന്നിട്ട് പറയും അതിൻ്റെ ഗെയിമാണെന്ന് പറയും. പക്ഷെ ജിൻഡപ്പൻ്റെ അകത്ത് അവിടെ ഒരു ഇന്നസെൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് തുടക്കം പോലെ എനിക്കങ്ങനെ ഫീൽ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് പുള്ളിക്കാരനെ എനിക്കങ്ങനെ ഇഷ്ടമാണ്. ആൾ കപ്പെടുത്തതിലും ഉറപ്പായിട്ട് ജനങ്ങളും തീരുമാനിച്ചു കൊടുത്തൊരു സാധനമാണ്. അതിൽ എനിക്ക് ഒരു വിരോധം ഒന്നുമില്ല. ഞാൻ ഹാപ്പിയാണ്. ഞാൻ ഇപ്പോൾ പ്രത്യേകിച്ച് ഞാൻ ടോപ്പ് 5 എത്തി, അതിൽ തന്നെ ഭയങ്കര ഞാൻ സന്തോഷമാണ്. ബ്ലാക്ക്